നമസ്കാരം. മീഡിയ 16 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ ജെസ്സി സാജു പ്രസിഡന്റ്, ബിജോയ് പി ജോസ് വൈസ് പ്രസിഡന്റ്. 3-നെതിരെ 13 വോട്ടുകൾക്കായിരുന്നു ഇരുവരുടെയും വിജയം. എന്നാൽ പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ നറുക്കെടുപ്പിലൂടെ ഇടതുപക്ഷം കരസ്ഥമാക്കി. ഭൂത്താൻകെട്ട ഡിവിഷനിൽ നിന്നും വിജയിച്ച ജെസ്സി സാജുവാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റ്. പിണ്ടിമന ഡിവിഷനിൽ നിന്നും വിജയിച്ച ബിജോയ് ബി ജോസ് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. UDFന് 13 അംഗങ്ങളുള്ള ഇവിടെ 3-നെതിരെ 13 വോട്ടുകൾക്കായിരുന്നു രണ്ടുപേരുടെയും വിജയം. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റായി ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് കേരള സംസ്ഥാനത്ത് ഒന്നാമതായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്താണ്. PIM ബഷീർ അവരുടെ നേതൃത്വത്തിൽ നടപ്പാക്കിയ പദ്ധതികൾ പൂർത്തീകരിക്കേണ്ട കാലഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മാർച്ച് 30 പദ്ധതികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. എന്താണ് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നാടിൻ്റെ വികസനം ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞങ്ങൾ കൂട്ടമായി നിന്ന് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുമെന്ന് ആദ്യമേ തന്നെ സൂചിപ്പിക്കട്ടെ. ഞങ്ങളിൽ ഏൽപ്പിച്ചിട്ടുള്ള, ഞങ്ങളുടെ ജനങ്ങളും പാർട്ടിയും ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള വലിയ ഉത്തരവാദിത്വം കൃത്യനിഷ്ഠതയോടുകൂടി സത്യസന്ധമായും നാടിൻ്റെ വികസനം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. നമ്മളുടെ സംസ്ഥാനത്ത് ഏറ്റവും വലിയ ബ്ലോക്ക് പഞ്ചായത്താണ് നമ്മുടെ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത്. ആദിവാസി മേഖലകൾ ഉൾപ്പെടുന്ന പഞ്ചായത്താണ്. അതുകൊണ്ട് വലിയ ഉത്തരവാദിത്വവും വലിയ വികസനങ്ങളും നടപ്പാക്കേണ്ട കടമയും കർത്തവ്യവും ഞങ്ങളിൽ നിക്ഷിപ്തമാണ്. എന്നാൽ പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിൽ നാടകീയ രംഗങ്ങളാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അരങ്ങേറിയത്. LDFന് 7, UDFന് 6, ഒരു സ്വതന്ത്രനുമടക്കം 14 അംഗങ്ങളുള്ള ഇവിടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ LDFനും UDFനും 7 വോട്ടുകൾ വീതം ലഭിച്ച് തുല്യതയിലെത്തി. LDFന് തങ്ങളുടെ 7 വോട്ടുകളും UDFന് 6 വോട്ടുകൾക്ക് പുറമെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ 1 വോട്ട് കൂടി ലഭിച്ചു. ഇതോടെയാണ് രണ്ട് മുന്നണികളും തുല്യതയിലെത്തിയത്. പിന്നീട് നടന്ന നറുക്കെടുപ്പിൽ LDFിലെ KP ജെയിംസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. വൈസ് പ്രസിഡന്റ് സ്ഥാനവും നറുക്കെടുപ്പിലൂടെ LDFന് തന്നെ ലഭിച്ചു. ലൂസി സന്തോഷാണ് പുതിയ വൈസ് പ്രസിഡന്റ്. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ UDFന് മേൽക്കൈയില്ലാതെ പോയ ഏക ഗ്രാമപഞ്ചായത്താണ് പോത്താനിക്കാട്. മീഡിയ 16 ന്യൂസ്, കോതമംഗലം.